ഈ തലമുറ മാത്രം എന്തോ പ്രത്യേക കുഴപ്പത്തിൽ വീണുപോയിരിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായും. അവർക്ക് ഫ്രീഡം കൂടിപ്പോയി, അവർക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി. അതുകൊണ്ട് ആരെയും ഭയക്കണ്ട. അപ്പോൾ എന്തു വന്നാലും ഒരു കോടതിയും ഒരു വിധിയും പറയത്തില്ല, ഇവരെ ശിക്ഷിക്കൂല എന്നുള്ളത് 101% ഇവർക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു. ഈ കുരുക്കിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സർ. അതുകൊണ്ട് ഇതേപ്പറ്റി പറയാൻ 101% എനിക്ക് വ്യക്തമായിട്ട് മറുപടിയുണ്ട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അല്ല ശ്രീമതി ജയ, തല്ലിയത് കൊണ്ട് ആളുകൾ നന്നാകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒന്നുകിൽ ശാസ്ത്രീയമായത് അല്ലെങ്കിൽ അനുഭവത്തിന്റെ. അങ്ങനെ തല്ലിയാൽ നന്നാക്കാൻ കഴിയുമെന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? ഉത്തരം പറ. തല്ലിയാൽ നന്നാകാൻ കഴിയുമെന്ന് പറയുന്ന റീസൺ എന്നാന്ന് ചോദിച്ചാൽ, കഞ്ചാവ് അടിച്ചും കള്ള് അടിച്ചും മാനസിക രോഗികളുമല്ല തല്ലുന്നത്. നല്ല സ്നേഹപൂർവ്വമാണ് ടീച്ചേഴ്സ് തല്ലുന്നത്. അവർ മാതാപിതാക്കളെ പോലെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ടാണ് തല്ലുന്നത്. എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ നമ്മുടെ സമൂഹം ഒന്നാകെ അങ്ങനെ നശിച്ചുപോയി, നമ്മുടെ പുതിയ തലമുറ മുഴുവൻ ഇങ്ങനെ ഒരു നാശത്തിന്റെ വക്കിലാണ് എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് അല്പം പോലും യോജിപ്പില്ല. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ ഇല്ലാതായി. അപ്പം എനിക്കിത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ഈ TV കാണുന്ന മുഴുവൻ കൊലയും കൊലപാതകവും മയക്കുമരുന്ന് യൂസിങ്ങും ഒക്കെയാണ് കാണുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്ന്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ വന്ന് പറയാൻ ഓടി വന്നത്. അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മഹാമോശമാണെന്നാണ് ഞാൻ പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ടീച്ചേഴ്സും ശിക്ഷിക്കത്തില്ല, വീട്ടിൽ മാതാപിതാക്കളും ശിക്ഷിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്തുമാകാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവനും. അപ്പൊ അതിനകത്ത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പൊ JJ ആക്ട് പോലുള്ള ബാലാവകാശ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുക, കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് വടിയെടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം പുനഃസൃഷ്ടിക്കണം എന്നാണോ പറയുന്നത്? തീർച്ചയായും. എൻ്റെ ഈ എല്ലാ ആക്റ്റും എൻ്റെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്? എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എന്റെ അല്ല ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. ഞാനിത് ജുവനൈൽ ഹോമിൽ നിന്നെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളെ പറ്റി നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ടും ഇപ്പം ഞാൻ 30 വർഷമായി ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് ഈ ജുവനൈൽ ഹോമിൻ്റെ സമീപം തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ, ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസ്റ്റാങ്ങിന്റെ യാത്രാവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം അവിടുന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികളുടെ സ്ഥിതിയും അവിടുന്ന് പോയിട്ടുള്ള ആൺകുട്ടികളുടെ സ്ഥിതിയും ഒക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ശരിക്കും ഗവേഷണം നടത്തുന്ന ഒരാളാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വടി ഉപയോഗിക്കരുതെന്ന നിയമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ചുട്ടു പഴുപ്പിച്ച ചൂരവടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ചൂരവടി ഞാൻ ഇറങ്ങാൻ നേരം ഞങ്ങളുടെ HM വാങ്ങിച്ചെടുത്തു. പക്ഷേ ആ വടി കയ്യിലിരിക്കത്തേ ഉള്ളൂ. ജയ ടീച്ചർ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി. വടി കയ്യിലുണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇൻ്റർവെൽ ടൈമിൽ ഞാൻ ടീച്ചേഴ്സ് റൂമിലൊന്നും പോയി വർത്താനം പറഞ്ഞിരിക്കുന്ന ആളല്ലായിരുന്നു. ഓഫീസിൽ ശരിക്കും ഒന്നാമത്തെ കാര്യം, വടി ഭയമാണോ സ്നേഹമാണോ ഉണ്ടാക്കുന്നത്? താങ്കൾ പറയുന്നതിൽ തന്നെ ഒരു എന്തോ ഒരു അവ്യക്തത പോലെ. രണ്ടാമത്തെ കാര്യം, വടി സ്നേഹം തന്നെയാണ്. ആ വടി സ്നേഹം തന്നെയാണ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. സമീപകാലത്ത് വന്ന ചില കേസുകൾ, അത് എല്ലാം ഒരേ പ്രായത്തിൽ വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുറേ കേസുകൾ അടുപ്പിച്ചു വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ, പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ഒരു വലിയ ആദിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ഒരു ടെൻഷന്, ആ ഒരു ആദിക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ വടിയെടുക്കലാണ് എന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. തലമുറകളെല്ലാം ഇപ്പൊ 80s-ലും 90s-ലുള്ള കുട്ടികളും അത് വിദ്യാർത്ഥികളും എല്ലാം അവർക്ക് പെർഫെക്റ്റ് ആയിരുന്നു, പൂർണ്ണരാണ്. ഇവിടെയുള്ള ഈ തലമുറയ്ക്കാണ് പ്രശ്നം എന്ന് ശരിയാവണ്ണം വിചാരിക്കുന്നുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വടി കയ്യിലിരുന്നോണ്ട് കുട്ടികൾ നശിച്ചു പോകത്തില്ല. കുട്ടികളെ ശരിയായ രീതിയിൽ ശിക്ഷിക്കുന്നവരാണ് ശിക്ഷിക്കാം. അല്ലാതെ മാനസിക രോഗിയുള്ള ഒരു ടീച്ചർ ശിക്ഷിച്ചാൽ അത് കൂടിപ്പോവും. അച്ഛനും അമ്മയാന്നേലും അതുപോലെ തന്നെയാണ്. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. വടി ഭയങ്കര ഭയമായിരുന്നു എല്ലാവർക്കും.
സൈലൻറ്റും അതുപോലെ ആയിരുന്നു. ഒരു കുട്ടി പുറത്ത് കാണത്തില്ല ക്ലാസ്സിന്. അന്നൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ വേണേലും ഓരോ സ്കൂളും കയറി ഇറങ്ങിക്കോ, കോളേജും കയറി ഇറങ്ങിക്കോ, കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, എല്ലാം പുറത്താണ്. ഈ നിൽക്കുന്ന ഘടാഘടിയന്മാരെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പിള്ളേരെ കൊണ്ടാക്കുന്നത്. ഇവന്മാർ വിചാരിച്ചാൽ നന്നാകത്തില്ലേ നിങ്ങളുടെ പിള്ളേർ? ഞാൻ അധ്യാപിക എന്നുള്ള നിലയിൽ വടിയെടുക്കുന്ന ആളല്ല, പാരന്റ് എന്നുള്ള നിലയിലും വടിയെടുക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ എൻ്റെ വിദ്യാർത്ഥികളോ എൻ്റെ കുഞ്ഞോ എന്നെ അനുസരിക്കാത്തവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ വഴിതെറ്റിപ്പോകുന്നവരോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. ഇതാണ് പറയുന്നത്, എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ചില കേസുകൾ അടിയന്തര തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ചില കേസുകളിൽ അത്തരത്തിലുള്ള ഒരു ചില വിദ്യാർത്ഥികളുടെ ഇഷ്യൂസ് ഉണ്ടായി എന്നല്ലാതെ പൊതുവിൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും അല്ല എല്ലാ ക്യാമ്പസുകളിലും നിലവിലുള്ള. എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരുടെ വിഷയങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ, അത് അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും ഒരുപാട് പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്, സമയമില്ലായ്ക ഉണ്ടാകുന്നുണ്ട്, സമയം ഉണ്ടാക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ പുതിയ ഏതിടത്തിലാണ് തനിക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന പുതിയ എന്ത് സ്ഥലമുണ്ട് അതിലേക്ക് ചെന്നെത്താൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഈ ലഹരി വിൽപ്പനക്കാരും ലഹരി പരത്തുന്നവരും ഒക്കെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നതും അവരെ ഈ ലഹരിയുടെ ഭാഗമാക്കി മാറ്റുന്നത്. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. 6 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണമെന്നാണ്. ഈശ്വര ചിന്തയോടുകൂടി 6 വയസ്സ് വരെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ നന്നാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വടി അത്യാവശ്യത്തിന് എടുക്കണമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ തല്ലിക്കൊല്ലാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ താമരശ്ശേരിയിലെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം വളരെ ദുഃഖകരമാണ്. ആ കുട്ടി കടി വാങ്ങിക്കാൻ പോയതാ ചായക്ക്. പോയ കുട്ടി അടിയും കൊണ്ട് തല്ലി ചതച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുക. വീട്ടിൽ കൊണ്ടുവിട്ടവരാരും പറഞ്ഞില്ല ഈ കുട്ടി തല്ലി കൊന്നതാ, അങ്ങേ അറ്റം പറ്റിയ കുട്ടിയാന്ന് പറഞ്ഞില്ല. രാത്രിയിൽ അവരറിയുന്ന ഞൊരയും പൊതയും വായിക്കൂടെ വന്നപ്പോൾ ആ കുട്ടിയുടെ അനിയന്മാരെ നോക്കി നടക്കുന്ന നല്ലൊരു പൈതലായിരുന്നു അതെന്ന നാട്ടുകാർ മുഴുവൻ പറഞ്ഞത്. സങ്കടം വരും. ഇതൊക്കെ ഈ രീതിയിലുള്ള പുതിയ പഠനം DPP വേണ്ടേ എന്ന് പറഞ്ഞതാ. ഞാൻ ജസ്റ്റിസ് കൃഷ്ണയുടെ കൂടെ നടന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് എത്രയോ പ്രാവശ്യം ഞാൻ പോയതാ. ഈ കള്ളും കഞ്ചാവും സ്കൂളിൽ വന്നത് എങ്ങനെ? ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഡോക്ടറെ ഇതൊന്നും ചെലവായിട്ടില്ല ഇവിടെ ഈ നാട്ടിൽ. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. നിങ്ങൾ ഈ കമ്മിറ്റിയും കൗൺസിലിങ്ങും ഒരുപാട് ബിസിനസ്സുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ബിസിനസ് കൊണ്ടൊന്നും കുട്ടികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. 1-2 കുട്ടികൾ നശിക്കുന്നുള്ളതായിരിക്കും 100 പേരുണ്ടെങ്കിൽ. പക്ഷെ എങ്ങനെ ഈ 1-2 കുട്ടികൾ പോന്നു? ആ നശിക്കുന്ന കുട്ടികളെയല്ലേ നന്നാക്കാൻ നോക്കണ്ടേ? ஏதாவது இன்டிசிப்ளின் ஆக்டிவிட்டி பண்ணி மாட்டினா கண்டிப்பா வீட்டுக்கு அனுப்பிச்சிருவோம், பாத்துக்க. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നുന്നെങ്കിൽ മാഡം ദയവായി ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണമെന്നും, അല്ലെങ്കിൽ മാഡത്തിൻ്റെ ബന്ധുക്കളോ മാഡത്തിൻ്റെ സുഹൃത്തുക്കളോ മറ്റുള്ള ആരെങ്കിലും കൗൺസിലിങ്ങിനോ ചികിത്സയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായ വ്യത്യാസം മാഡം ദയവായി ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? അധ്യാപകരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ദയവായി അതിൻ്റെ ഇടയിൽ ഇടപെടാതെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് അല്ല മാഡം, ഞാൻ പറഞ്ഞല്ലോ മാഡത്തിനെ വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാഡം അത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി. മാഡം ദയവായി ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണമെന്നും. എന്റെ കാര്യമല്ലേ പറഞ്ഞു? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അല്ല അങ്ങനെ പേഴ്സണൽ ആക്കാൻ മാത്രമുള്ള ആക്ഷേപ സ്വഭാവത്തിൽ പറഞ്ഞല്ല. കൗൺസിലിംഗ്, അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. കൗൺസിലിംഗ് പ്രയോജനം വരുന്നില്ല എന്ന് വേണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം. അത് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ വേണമെങ്കിലും തെളിയിക്കാവുന്നതാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ശരിയായുള്ള അധ്യാപകരെ വേണം നിയമിക്കാൻ. അല്ലാതെ 50 ലക്ഷവും 75 ലക്ഷവും രൂപയൊക്കെ കൊടുത്ത് അധ്യാപകരെ നിയമിച്ചാൽ ആ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുകയല്ല, അവരുടെ വീടിനെയാണ് സ്നേഹിക്കുന്നത്. അവിടെ ന്യൂക്ലിയർ ഫാമിലിയെ നോക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം വീടിനെ അല്ലാതെ ഭരണകർത്താക്കൾ ഒറ്റ ഒരെണ്ണം നാടിനു വേണ്ടി നന്മ ചെയ്യുന്നവർ ചുരുക്കമേ ഉള്ളൂ. ഇല്ലെന്ന് ഞാൻ പറയുന്നു. തല്ലാത്ത തന്നെയാണെന്ന് വിചാരിക്കുന്ന വലിയ തലമുറ തന്നെ, അത് ഞാൻ ചെറുപ്പക്കാരെ കുറിച്ചല്ല പറയുന്നത്, അധ്യാപകരുടെ രക്ഷിതാക്കളുടെ തലമുറ കൂടി ഇവിടെ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പിന്തുണയ്ക്കല്ല, ആ സിറ്റുവേഷനെ കൂടി കാണുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? അതെ ഋഷാദ്, ഇതിൽ ഞാൻ മാഡം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് ഇതിലേക്ക് വരാം. വടി ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിക്കണം, അല്ലാതെ കൊല്ലാനല്ല വടി.
കുറ്റവാളിയാക്കാനല്ല വടി. വടി കുട്ടികളെ സ്നേഹിച്ച് തന്നെ ആ അമ്മ അടിച്ചാൽ പിന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. എങ്ങനെയാ ശിക്ഷിച്ചെന്ന് പറയുന്നേ? ആ കുട്ടി നന്നാകാനാ അമ്മ അടിക്കുന്നേ. അടിക്കണം, അടിക്കാതിരിക്കല. അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്നാണ് നന്മ തുടങ്ങേണ്ടത്. രണ്ടാമത് നന്മ തുടങ്ങേണ്ടത് ഭരണാധികാരികളിൽ നിന്നാണ്. കോടതിയിൽ ഈ നിയമത്തിന് വ്യതിയാനങ്ങൾ വരുത്തണം. ശിക്ഷ തക്കതായ ശിക്ഷ കൊടുക്കണം. ഇതിനൊക്കെ ആവശ്യമുള്ളവർക്ക് ശിക്ഷ വേണം, ആവശ്യമുള്ളിടത്ത് വടി വേണം. വടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അമ്മയുടെ കയ്യിലും വടി വേണം, അച്ഛൻ്റെ കയ്യിലും വടി വേണം, ടീച്ചർമാരുടെ കയ്യിലും വടി വേണം. അങ്ങനെ തന്നെയാണ് അവസാനവും പറയുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ.